ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എടുക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് കാർഡ്. Four of Wands, Two of Cups, and Queen of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Eight of Wands, Emperor, Queen of Wands, ആൻഡ് ജസ്റ്റിസ്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഈ സമയത്ത്? ഓവറോൾ എനർജി വേൾഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? ലവേഴ്സ്. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് വേൾഡ്. ഇതൊരു കംപ്ലീഷൻ്റെ എനർജിയാണ്, ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവുന്നുണ്ട് ഈ സമയത്ത്, വലിയ ചേഞ്ചസ്, അതാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ലവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ജെമിനി എനർജിയാണ് ലവേഴ്സ്. അപ്പോൾ ഇത് 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട് നിങ്ങളൊരു സിറ്റുവേഷനിലുണ്ട്, പക്ഷേ ആ സിറ്റുവേഷനിൽ എന്താണ് സൊല്യൂഷൻ എന്ന് അറിയാണ്ട് നിങ്ങൾ അതിൽ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ 8 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സണിന് ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം. ഇവിടെ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പക്ഷെ അവർക്ക് കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ട്, മുമ്പോട്ട് പോകണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. 4 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ സൈഡിൽ എനർജി. അപ്പോൾ നിങ്ങൾക്കും ഇവരുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ എംപ്രർ ഏരീസ് എനർജിയാണ്. പക്ഷേ ഇതൊരു കുറേ ഒരു ഫെയർ ആൻഡ് കുറച്ചൊരു സ്റ്റബേൺ എനർജിയാണ്. ചില കേസസിൽ എംപ്രർ മാരിഡ് പേഴ്സൻ്റെ എനർജിയും ആവാം. അപ്പോൾ അതും ഒരു ബ്ലോക്ക് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത്. ഈ 2 ഓഫ് കപ്സ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. 2 ഓഫ് കപ്സ് ഇവിടെ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്റ്റിൻ്റെ എനർജിയാണ്. ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു വേറെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ഫയർ സൈനിൻ്റെ കൂടെയാണ് ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്. മേ ബി അവർ മാരീഡ് ആയിരിക്കാം, ഓറൽസ് അവരുടെ ഒരു പാർട്ട്ണർ ഉണ്ട് എന്നാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടണത്. നിങ്ങളുടെ എൻഡിൽ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കുറേ ക്ലാരിറ്റിയുടെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണോട് ക്ലിയർ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയണത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടാളുടെയും മാച്ച് ആവുന്നില്ല പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് ആണ് ഈ പേഴ്സൻ്റെ എനർജി. അപ്പോൾ അഗൈൻ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതുകൊണ്ടാണ് അവരോട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടിയിൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇതായിരിക്കില്ല സ്റ്റോറി, ചിലപ്പോൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ സ്റ്റോറി ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയണത് എൻഡ് വരെ ഈ വീഡിയോനെ നോക്കാം. അപ്പോൾ ഈ വേൾഡ് എന്താണ് ഇവിടെ? 8 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത്. ആരുടെയും അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആണ് ആവണത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സൈഡിലാണ്, നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങളുടെ സൈഡിലാണ് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ്, ഓറൽസ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ട് വെച്ചാൽ മേ ബി നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് വാക്ക് അവേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് ഈ പേഴ്സൻ്റെ അടുത്തുനിന്നായിരിക്കും വാക്ക് അവേ ചെയ്യുന്നുണ്ടാവുക. 8 ഓഫ് ഈ ലവേഴ്സ്, ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? 9 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവർ നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ആയിട്ടാണ് കാണുന്നത്. അവർക്ക്
നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്. അപ്പോൾ 8 ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? 6 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെസിഷൻ എടുക്കണം, നിങ്ങൾക്ക് എന്തോ വിട്ടിട്ട് മുമ്പോട്ട് പോകണം, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഡെസിഷൻ എടുക്കണം, പക്ഷെ എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിൽ. ഈ പേഴ്സണെ വിടാനും പറ്റില്ല, പിന്നെ ഡെസിഷൻ എന്തെങ്കിലും ഒരു സൊല്യൂഷനും വരില്ല. അപ്പോൾ 8 ഓഫ് വോൺസ് ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ സൈഡിന് കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവർ കുറേ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് എനർജിയാണ്. 4 ഓഫ് വോൺസ് ഇവിടെ എന്താണ്? നിങ്ങളുടെ സൈഡിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ എനർജിയാണ് ഇത്. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഈ എംപറർ എന്താണ് ഇവിടെ? ഡെത്ത്. ഈ പേഴ്സൻ്റെ ലൈഫിലും ഒരു വലിയ ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. ഡെത്ത് സ്കോർപ്പിയോ എനർജിയാണ്. മേ ബി അവർക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങളുടെ കൂടെയാണോ ഓറേൽസ് ഒരു യുനോ അവരുടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണറുടെ കൂടെയാണോ അവർക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടതെന്ന് ആ ഡിസിഷൻ അവർക്ക് എടുക്കാണ്ട്. 2 ഓഫ് കപ്സ്. നിങ്ങളൊരു ശരിയായ സമയം ആവാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് ഇത് ശരിയാവും, ഇത് റീയൂണിയൻ നിങ്ങളുടെ ഉണ്ടാവും എന്ന്. ക്വീൻ ഓഫ് വോൺസ് ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? സ്റ്റാർ. വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ് ഇത്. ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കണം. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, അവർ പ്രേ ചെയ്യണു. പക്ഷെ എന്തോ ഒരു ഹീലിംഗ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുണ്ട് വെച്ചാൽ മേ ബി അവർ അതിനായിരിക്കും ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ഓരേൽസ് ഇവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും ആയിട്ടുണ്ടാവും, അതുകൊണ്ടും ആയിരിക്കാം അവർക്ക് കുറച്ചൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ കുറച്ചൊരു ഹെസിറ്റൻസി അതുകൊണ്ടായിരിക്കാം. ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? നിങ്ങളുടെ എനർജി പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ പേഴ്സണോട് പറയണു, അത് ഞാൻ ഇത് ഓഫർ ചെയ്യാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളുടെ എന്താണ് സ്റ്റാൻഡ്? നിങ്ങൾ ഈ ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണോ? ജസ്റ്റിസ് ഇവിടെ എന്താണ്? ലീബ്ര എനർജി. ഈ പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് വേണ്ട എന്നുണ്ട് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം, പക്ഷെ കമ്മിറ്റ് ചെയ്യാൻ റെഡി അല്ല. 7 ഓഫ് സോഡ്സ് ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്, എന്തോ അവർ ഒളിപ്പിക്കണ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ട്രൂ ഫീലിങ്സ് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ യുനോ ആ കോൺസെപ്റ്റ് അവർക്കത് യുനോ എന്തോ മാതിരി ഒരു റെഡി അല്ല അവർ. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ്? പേജ് ഓഫ് സോഡ്സ് എന്തോ ഒരു മെസ്സേജിൻ്റെ എനർജിയാണ്, ഓരൽസ് ഇതൊരു കുറേ ഡിഫെൻസീവ് പേഴ്സൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നു. ഈ പേഴ്സൺ മേ ബി ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടാവും നിങ്ങളുടെ ഡിറക്ഷനിൽ. നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു ഓഫറും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഔട്ട്കം 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് കാർഡ്. ഒരു ലോങ് ടേം ഫ്യൂച്ചർ, ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ പേടിയുണ്ട്, 9 ഓഫ് വോൺസ്. അപ്പോൾ അഗൈൻ ഇത് വെരി അൺഷുവർ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട്, പക്ഷെ അവർക്കൊരു ഉള്ളിൽ പേടിയുണ്ട്. ഈ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ് അവർക്ക് സൂട്ട് ആവുമോ എന്ന് വെച്ചാൽ അവരുടെ ആ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് റെഡി അല്ല. അവർക്ക് ആ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു അവർക്ക് പാസ്റ്റിൽ എന്തോ ഉണ്ടായതുകൊണ്ട് കുറേ അവർക്ക് ഹീലിംഗ് ചെയ്യാണ്ട് ഒരു സെപ്പറേഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ അവർക്ക് അവരുടെ ആ ഇന്നർ ഹേർട്ടിനെ അവർക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടേ അവർ ഇതിന് വേണ്ടിയിട്ട് റെഡി ആവുള്ളൂ. മിക്കവാറും അവർ റെസിസ്റ്റ് ചെയ്യും. അവർ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് അവർ തരാണ്ട് ഒരു റിലേഷൻഷിപ്പ് ആവുണ്ട വെച്ചാൽ അങ്ങനെ റിലേഷൻഷിപ്പാണ് അവർ പ്രിഫർ ചെയ്യണത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്താൽ അവർക്ക് ചിലപ്പോൾ കൗൺസിലറോ ഇല്ല വെച്ചാൽ വേറെ യുനോ ആരുടെയും കൂടെ പറഞ്ഞാൽ അവർക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഹീലിംഗ് എനർജിയാണ്. അവർക്ക് എന്തോ ഹേർട്ട്ഫുൾ ആയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ആൻഡ് അതിൻ്റെ കാരണമാണ് അവർ ഈ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാത്തത്. അത് ഹീൽ ചെയ്യാണ്ട് ഈ പേഴ്സൺ മുമ്പോട്ട് അവർക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, പോയാലും അവർ കമ്മിറ്റ് ചെയ്താലും അവർ ചിലപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യില്ല. അവർ ചിലപ്പോൾ ആദ്യം യുനോ നിങ്ങളെ ഗോസ്റ്റ് ചെയ്യും, ഇല്ലാച്ചാൽ ഡിസപ്പിയർ ആവും, ഇല്ലാച്ചാൽ അവർ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്.
കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണം വെച്ചാൽ സെഷൻസ് ഓപ്പൺ ആണ്, കുറേ ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ. അപ്പോൾ വേഗം ബുക്കിംഗ് ചെയ്യുക. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി കുറേ കാപ്രിക്കോൺസ് ഇത് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക. ഓക്കെ. ആൻഡ് റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ഉണ്ടാച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. അത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, സബ്സ്ക്രൈബ് ചെയ്യണു, കമൻറ്റ് ചെയ്യണു, അത്രയും ഞാൻ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് റീഡിങ്സ് കൂടുതൽ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ പാസ്റ്റ് വീഡിയോസ് നോക്കുക, പാസ്റ്റ് വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.